ജൂൺ മാസത്തിൽ സ്കൂൾ തുറക്കുന്നതോടുകൂടി കുട്ടികൾക്ക് അസുഖങ്ങളും തുടങ്ങുകയായി. പനി, ചുമ, ജലദോഷം, കഫക്കെട്ട്, വയറിളക്കം, ഛർദി ഇതൊക്കെ സ്കൂൾ തുറക്കുന്നതോടനുബന്ധിച്ച് കൂടുക എന്നുള്ളത് സ്വാഭാവികമാണ്. എങ്കിലും ഇത്തരം ഇൻഫെക്ഷൻസ് പെട്ടെന്ന് പടരാതിരിക്കാൻ നമുക്ക് എളുപ്പം ചെയ്യാവുന്ന ചില കാര്യങ്ങളുണ്ട്. ഒന്നാമതായി ഹാൻഡ് വാഷിംഗ്. കുട്ടികളെ സോപ്പും വെള്ളവും ഉപയോഗിച്ച് ഹാൻഡ് വാഷ് ചെയ്യാൻ ട്രെയിൻ ചെയ്യിപ്പിക്കാം. അറ്റ്ലീസ്റ്റ് 20 സെക്കൻഡെങ്കിലും ഹാൻഡ് വാഷ് ചെയ്യുന്നത് റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസ് പടരുന്നത് 21% കുറയ്ക്കുന്നതായി പഠനങ്ങളിലുണ്ട്. പ്രത്യേകിച്ച് ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ്, സ്കൂൾ വിട്ട് വീട്ടിലെത്തുന്നതിന് മുമ്പ് കുട്ടി ഹാൻഡ് വാഷ് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം ഉറപ്പുവരുത്താം. രണ്ടാമതായി ഉറക്കം. സ്കൂൾ പോകുന്ന കുട്ടികൾക്ക് 9 തൊട്ട് 11 മണിക്കൂറെങ്കിലും ഉറക്കം ഡെയിലി ആവശ്യമാണ്. ശരിയായ രീതിയിലുള്ള ഉറക്കവും റെസ്റ്റും സ്ട്രെസ് ലെവൽസ് കുറയ്ക്കാനും ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ ബൂസ്റ്റ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യും. മൂന്നാമതായി ലഞ്ച് ബോക്സ്. രോഗപ്രതിരോധത്തിന് വേണ്ടി വില കൂടിയ മരുന്നുകളോ സപ്ലിമെൻറ്റുകളോ ഇതൊന്നല്ല വേണ്ടത്. പ്രോപ്പറായിട്ടുള്ള ന്യൂട്രീഷനാണ്. സിങ്ക്, വൈറ്റമിൻ സി, പ്രോട്ടീൻ ഇതൊക്കെ ഇൻഫെക്ഷൻസിനെ ഫൈറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു. ധാരാളമായി ഇലക്കറികൾ, പയറുവർഗ്ഗങ്ങൾ, ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, മുട്ട ഇതൊക്കെ ടിഫിൻ ബോക്സിൽ ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കാം. നാലാമതായി വാക്സിനേഷൻ. രോഗപ്രതിരോധത്തിന് ഏറ്റവും എഫക്റ്റീവായ മെത്തേഡ് വാക്സിൻസ് ആണ്. നിങ്ങളുടെ കുട്ടി വാക്സിൻ്റെ കാര്യത്തിൽ അപ്ഡേറ്റഡ് ആണെന്ന കാര്യം ഉറപ്പുവരുത്താം, പ്രത്യേകിച്ച് ഇൻഫ്ലുവൻസ പോലെയുള്ള വാക്സിനുകൾ. ഈ ഇൻഫർമേഷൻ നിങ്ങൾക്ക് യൂസ്ഫുള്ളായി തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പ്രിയപ്പെട്ടവരുമായി ഷെയർ ചെയ്യാം.